ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. എന്നിട്ട് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം. എന്നതിന് ശേഷം കമൻറ്റ് പറയണം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട പുട്ടുപൊടി എടുത്തു. രാവിലെ നമ്മൾ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള പുട്ടുപൊടി എടുക്കണം. അപ്പോൾ ഞാനും ഇവിടെ രണ്ടാളാണുള്ളത്. അപ്പോൾ ഞാൻ രണ്ടാൾക്ക് ഉള്ള പുട്ടുപൊടി എടുത്തു. അപ്പോൾ ഒന്ന് കണ്ണന് സ്കൂളിലേക്കും ഇത് തന്നെ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുത്ത് രണ്ടാൾക്ക് ഇത്ര പുട്ടുപൊടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ അതാ നല്ലോണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടച്ചിട്ട് മാറ്റി വെക്കാം. കുറച്ച് നേരം ഒന്ന് പുതരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. ഗ്യാസിലൊരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ വരെ നമ്മളത് വഴറ്റിയെടുക്കണം. ഒരു വെറുതെ വഴറ്റിയാൽ പോരാ. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കണം. മാത്രമല്ല ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യണം. ഒരു 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ബോട്ടിൽ, ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ബോട്ടിൽ കിട്ടും, അതിവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് എടുത്ത് പൊടിച്ചിട്ടാണ് ചേർത്തത്. പോരാത്തതിന് അതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ പുട്ടുപൊടിയിലേക്ക് ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്യും. അപ്പോൾ ഇനി ഉപ്പ് കൂടിപ്പോവരുത്. എന്നാലും ഈ ഉള്ളിയിലേക്കൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൂട്ട് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടിരുന്ന പൊടിയിലേക്ക് ചേർത്തിട്ട് ഒരു ക്യാരറ്റും കൂടെ നല്ലോണം നൈസായിട്ട് അരിഞ്ഞെടുത്തത് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ആ പുട്ടുപൊടിയിലേക്കും കൂടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടുക. ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിന് അതായത് പുട്ടും കുറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തിളച്ച് വന്നു. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാം, പുട്ട് ആവി കയറ്റാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 കഷ്ണമാണ് വെക്കുന്നത്. 2 കഷ്ണത്തിനാക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അത് എൻ്റെ പുട്ടും കുറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം സൈഡിലൂടെ അതിൻ്റെ ആവി പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ കോട്ടൺ അവിടെ ചുറ്റിയിട്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ആവി വരുന്നുണ്ട്. കുറച്ച് ആവി വരണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് വേവാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെ അത് വന്നു. ഞാൻ 3 തവണയായിട്ടാണ് ഉണ്ടാക്കിയത്. 3 തവണയും ഉണ്ടാക്കി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലപ്പുട്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ കണ്ണന് പുട്ടായിരുന്നു. ഉച്ചയ്ക്ക് സ്കൂളിലേക്കും അവൻ അതന്നെ മതി എന്ന് പറഞ്ഞു. പുട്ടും പപ്പടും. ആഹാ, പിന്നെ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.